ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പം ഞാൻ ഇന്ന് എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? തമ്പനിയിൽ കണ്ടുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. റൂം തുറന്ന് വെളിയിലോട്ട് വന്നപ്പോൾ 2 മക്കളൂടെ അത് വെളിയിരിപ്പുണ്ട്, ജൂലിയും പിങ്കിയുടെ. ഞാൻ നേരെ പോയി പാല് തിളപ്പിക്കാൻ വെച്ചു. കുറച്ച് കടലക്കറി ഉണ്ടാക്കി കേട്ടോ. എപ്പോഴും ചിക്കൻ കറിയൊക്കെ കഴിച്ച് മക്കൾ ബോറടിക്കുന്നു. അതിനുശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, മക്കളെ വിളിക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ്. അക്കൂട്ടനാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുവാണ് കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാവരെയും പൊക്കിക്കൊണ്ട് വരികയാണ്. ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നിരുന്ന് കഴിക്കുകയാണ്. ചില ആൾക്കാർ അപ്പവും ചിലവർ ചപ്പാത്തിയുമാണ് കഴിക്കുന്നത്. അതായത് അമ്മു അപ്പവും ഞാനും അപ്പവുമാണ്, കിച്ചുവും അക്കവും ചപ്പാത്തിയാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഈവനിങ്ങിലെയാണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ നിന്ന് വരുവാണ്. അപ്പോൾ എന്നെ കാത്ത് 2 പേരിയ്ക്കുന്ന കണ്ടില്ലേ, ജൂലിമോളും പിങ്കിമോളും. അപ്പോൾ ഞാൻ എന്ന് വരുന്ന ടൈമിലാണ് ഇന്ന് വന്നത്. അത് കാരണം അവർക്കറിയാം ഞാൻ വരുന്ന ടൈമിങ്. അങ്ങനെ നേരെ കിച്ചണിലോട്ട് വന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഞാൻ കിച്ചണിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു തിരി കത്തിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ്. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു, ഡോറൊക്കെ തുറന്നിട്ടു. പിന്നെ അങ്ങനെ തിരി കത്തിച്ച് വെച്ചു. പിന്നെ എനിക്ക് കൂട്ടിന് ജൂലിമോളുണ്ട്, ഞാൻ ഖുർആൻ ഓതുവാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ വെള്ളം വെക്കുമല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഞാനൊരു വെള്ളം വെക്കും. അതിന് ശേഷം പിന്നെ മക്കളുടെ സോക്സ് എല്ലാം ഷൂയിൽ തന്നെ ഇരിക്കുവാണ്, യൂണിഫോമിൻ്റെ സോക്സ്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകാനിട്ടു. ഇന്ന് ഞങ്ങൾ വെക്കുന്നത് നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറി ഞാൻ വെച്ചിട്ട് പിന്നെ അടുത്ത ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മക്കൾ എവിടെയാണ് ഇഫ്താറിൻ്റെ സെറ്റ് ചെയ്യാൻ പോകുന്നത് പള്ളിയിൽ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. നമ്മുടെ അടുത്തൊരു പള്ളിയാണ്, തൈക്കാവാണ് കേട്ടോ. അവിടെ പോയി നോമ്പ് തുറക്കാനുള്ള എല്ലാം നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. 30 ദിവസത്തേക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മക്കൾ തന്നെ അവിടെ വാങ്ങിച്ചിട്ട് പോയി അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം പ്ലേറ്റൊക്കെ എടുത്ത് ഈന്തപ്പഴമൊക്കെ എടുത്ത് വെക്കും. അപ്പം പള്ളിയുടെ കീ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവരെല്ലാവരും വരുന്നതിന് മുമ്പേ ഇവർ ഫസ്റ്റ് അവിടെ പോകും കേട്ടോ. 5 മണിയാകുമ്പം സ്കൂൾ വിട്ട് വന്നിട്ട് ഇവിടെ 5:15 ആകുമ്പോൾ ഇവർ കുളിച്ചിട്ട് പെട്ടെന്ന് പോകും. പോയി ഇവർ തന്നെ അവിടെ സെറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെ മിനറൽ വാട്ടറൊക്കെ എടുത്ത് വെക്കും എല്ലാ പ്ലേറ്റിലും. അമ്മു ആണെങ്കിൽ എല്ലാ പാത്രത്തിൽ ഇങ്ങനെ കഞ്ഞി ഒഴിച്ച് വെക്കും. അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും വരാൻ വേണ്ടി എല്ലാവർക്കും ഒരു 30-35 പേർക്ക് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. എൻ്റെ മക്കൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ 30 ദിവസം ഇവർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 4 വർഷം കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാ പ്ലേറ്റും ഇങ്ങനെ നിരത്തി വെക്കും. അപ്പോഴേക്കും ജ്യൂസൊക്കെ കൊണ്ടുവരും മക്കൾ. പിന്നെ റോസ് മിൽക്കാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കും. പിന്നെ അവിടുത്തെ പള്ളിയിലെ അലമാരിയുടെ അകത്താണ് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പോയി മക്കളുടെ കയ്യിലാണ് അതിൻ്റെ കീ ഒക്കെ ഉള്ളത്. അവർ പോയി അലമാരിയൊക്കെ തുറന്ന് ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വരും. കാരണം ഈ ജ്യൂസൊക്കെ ഒഴിക്കാൻ വേണ്ടി ഗ്ലാസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ അമ്മും അക്കവും കൂടാണ് ഇത് ചെയ്യുന്നത്. വീഡിയോ ഒക്കെ ക്ലിയർ അല്ല, കാരണം മക്കൾ തന്നെ എടുത്തുകൊണ്ട് വന്ന വീഡിയോ ആണ്. അവരത് എല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ അറിയുന്നില്ല കേട്ടോ. അത് കാരണമാണ് ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുന്നത്. അങ്ങനെ എല്ലാം ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് റോസ് മിൽക്കൊക്കെ ഒഴിച്ച് വെക്കും. അതിനുശേഷം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫുൾ വീഡിയോ ഉണ്ടോ. ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. മൊത്തത്തിൽ ഇങ്ങനെയല്ല, റോസ് മിൽക്കും മിനറൽ വാട്ടറും അതുപോലെ തന്നെ ഉഴുന്നുവട, സമൂസ, പിന്നെ റോസ് എല്ലാം എടുത്തു വെക്കും. ഇനി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഈ കലത്തിൽ എന്താ ഞാൻ ഇന്ന് പാലൊഴിക്കുന്നതെന്നല്ല വിചാരിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മേടിച്ച് വെച്ചതാണ് എനിക്ക് പാല് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാനാണെങ്കിൽ അതിനുശേഷം പിന്നെ ചായ ഉണ്ടാക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. മസ്ക് മിലനും വാട്ടർ മിലനും മുസമ്പി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ, സമൂസ, പിന്നെ ഉള്ളിവട, പിന്നെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസാണ്. പിന്നെ കുറച്ച് കഞ്ഞി ഞാൻ ഒഴിച്ചു വെച്ചു. കഞ്ഞി ഇങ്ങനെ ആരും കുടിക്കുന്നില്ല കേട്ടോ. അത് കാരണം 2 ഗ്ലാസ് ചുമ്മാ ഒഴിച്ചു വെച്ചതാണ്. ആരെങ്കിലും കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നന്നാരി സർബത്താണ് ഉണ്ടാക്കുന്നത്, മക്കൾക്ക് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കുറച്ച് കസകസൊക്കെ ഇട്ട് നന്നാരി സർബത്ത് ഉണ്ടാക്കി. ഇന്ന് ഒരുപാട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതാണ്. ഇന്ന് ഒരുപാട് ഉണ്ടാക്കി. എല്ലാവർക്കും ഇന്ന് ഭയങ്കര ദാഹമാണെന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര ചൂടാണ് എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പിന്നെ ചായയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി. ഭയങ്കര തലവേദന കേട്ടോ, അത് കാരണമാണ്. പിന്നെ ഞാൻ അങ്ങനെ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുപോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ മക്കളെയൊക്കെ പോയി എന്നിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരോടും കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരണം എല്ലാത്തിനും. അപ്പം അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു ദുആ ചെയ്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പ് തുറന്നിട്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നോമ്പ് തുറന്നതിൻ്റെ ക്ഷീണത്തിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും മൊബൈലിൽ കളിയാണ്. പിന്നെ ഇവിടെ ഫാദിയും കിച്ചും കൂടി ഇവിടെ കിടപ്പുണ്ട്. പിന്നീട് ഞാൻ ഫാദിയെ പോയി വിളിച്ചുകൊണ്ട് വന്നു, കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് അവന് പോകണ്ടേ, അവൻ്റെ റൂമിൽ പോകണമല്ലോ. അത് കാരണം പിന്നെ ഞാൻ അവന് നെയ്ച്ചോറും ബീഫ് കറി എടുത്ത് കൊടുത്തു. പിന്നെ മക്കളും കുറച്ച് കൂടെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് അവൻ പോവാന്ന് പറഞ്ഞ്
അവൻ പോവുകയാണ് കേട്ടോ. അവൻ പോയതിന് ശേഷം പിന്നെ കിച്ചു ജിമ്മി പോകണമെന്ന് പറഞ്ഞിട്ട് കിച്ചു ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കിച്ചു പോകുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കിച്ചുവിൻ്റെ പുറകിൽ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ കിച്ചു കണ്ടില്ല കേട്ടോ. ഞാനിങ്ങനെ താഴോട്ട് പോയി എന്ന് എടുത്തപ്പോൾ അവനെ വിട്ടങ്ങ് പോയി, ബുള്ളറ്റും എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം. പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 പേര് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി ഭയങ്കര മിമിക്രിയും മോണാക്റ്റും എന്തൊക്കെയോ ചെയ്യുവാണ്. എന്തുവാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഓരോരോ വേഷത്തിലാണ് വരുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ട് വരും, പിന്നെ നൈറ്റ് ഇട്ടുകൊണ്ട് ഒരു എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയത്തില്ല. തന്നെത്താൻ അവിടെ സ്റ്റാൻഡൊക്കെ വെച്ച് മൊബൈലൊക്കെ ഓണാക്കി വെച്ചിട്ട് കാണിക്കുക. എൻ്റെ നൈറ്റ് ഇട്ടിട്ട് കുറേ തലകണിയൊക്കെ പറക്കി അതിനകത്ത് വെച്ചിട്ട് ആരോ ആൾക്കാർ കിടക്കുന്ന പോലെയൊക്കെ ആക്ടിങ് കാണിക്കുന്നുണ്ട്. എന്തോ സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ചെയ്യുന്നുണ്ട്, സ്റ്റോറി ചെയ്യുക. അതിനുശേഷം ഇവർ പേന മേടിക്കാനോ ലേസ് മേടിക്കാനോ എന്നൊക്കെ പറഞ്ഞ് 2 പേരുടെ പുറത്ത് പോകുന്നുണ്ട്. പിന്നെ പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഡോറൊക്കെ ഒന്ന് തുറന്നു കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഓരോ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇവരെന്നെ സമ്മതിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിരിക്കുന്നത് ഡാൻസും കളിച്ച് വരുന്നുണ്ട്. അത് പേനയും ലേസും മേടിച്ചിട്ട് സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ഡാൻസ് കളിക്കുന്നത്. അക്കൂട്ടന് പിന്നെ എപ്പോഴും ഡാൻസ് ആണല്ലോ. പിന്നെ കിച്ചുവിനും ഉണ്ട് കുറച്ച് ഡാൻസ്. അങ്ങനെ അമ്മും പേന മേടിച്ച് ലേസും മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ ത്രാവി നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മു ഇന്ന് ഹിജാബൊന്നും കുത്താതെ മക്കനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഭയങ്കര ഇസ്ലാമിയത്തോടുകൂടി പോകുന്നുണ്ട്. ഇന്ന് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. കിച്ചു ജിമ്മി പോയിട്ട് ലേറ്റായി വന്നത്. പിന്നെ കിച്ചു കുളിച്ചിട്ട് കിച്ചുനോട് ഞാൻ പറഞ്ഞു നിസ്കരിക്കാൻ പോകാൻ. അങ്ങനെ കിച്ചു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയതിന് ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച് കുറച്ച് മണമൊക്കെ വരട്ടെന്ന് വിചാരിച്ച് എന്നിട്ട് നിസ്കരിച്ചിട്ട് വന്ന് ത്രാവിയൊക്കെ അനുസരിച്ച് ഖുർആൻ ഓതുമായിരുന്നു. അപ്പോഴേക്കും അക്കൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടൻ ഇന്ന് ഒരു ഗ്ലാസ് ചായയായിട്ട് വന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നെയ്ച്ചോറും ബീഫ് കറിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒന്ന് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.